പ്രസംഗം പറയാനൊന്നും എനിക്കറിയില്ല. ഞങ്ങളവിടെ അനുഭവിച്ചു വന്നുള്ള കാര്യങ്ങൾ പറയാം. 10-25 വർഷമായി ഞങ്ങൾക്ക് അവിടെ സ്റ്റാൻഡ് കിട്ടിയിട്ട്. അന്ന് തൊട്ട് ഞാൻ അവിടെ ഉണ്ട്. ഒരു 10-70 മെമ്പർമാർ ഇപ്പോൾ അവിടെ ഉണ്ട് ടാക്സി ഇതായിട്ട്. ഞങ്ങൾക്ക് ഒരു യൂണിയനോ പ്രത്യേകിച്ച് ഒരു പാർട്ടിയോ ഒന്നും ഇതില്ല. അല്ല, സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നാണ് ഇപ്പോഴും അതിൻ്റെ ഇത്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അവിടെ ടാക്സി വാഹനങ്ങൾ ഇടാനുള്ള സൗകര്യം ഇല്ല. അത് പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷം അവരുടെ പിടിച്ചുകൊണ്ടിരുന്ന വണ്ടികളും പിന്നെ അവിടേക്ക് വരുന്ന വണ്ടികളും പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇടാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്, അതായത് ബഹുമാനപ്പെട്ട ശ്രീ രവി മാഷ് ഇത് ചെയ്തു തന്നതിൽ ആൾക്ക് ഞാൻ പ്രത്യേകം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വലിയൊരു നന്ദി നമസ്കാരം ഞങ്ങൾക്ക് പറയുന്നുണ്ട്. ആൾക്കാണ് ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. മന്ത്രിയുടെ മുമ്പിൽ വെച്ച് പറയുന്നത്, ആൾ ഇത്രയും പ്രസിഡന്റുമാരും മാറി വന്നിട്ടും പോലീസ് സ്റ്റേഷൻ കൈയടക്കിയൊക്കെയായിരുന്നു. ഇത് എല്ലാ വണ്ടികളും പിടിച്ചു കൊണ്ടുവന്നിട്ടിലും അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യലും ഞങ്ങൾക്ക് വണ്ടികൾ പറ്റുന്നില്ല. മാഷ് ഞങ്ങളോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഇനി നമ്മളത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്കും കിട്ടില്ല, ആ സാധനം പഞ്ചായത്തിനും കിട്ടില്ല എന്ന്. അപ്പോൾ ഇതിപ്പോൾ അതിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു അംഗീകാരം ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അത് മന്ത്രിയുടെ ഇതിൽ ചെയ്തു തന്നതിലും. വലിയൊരു നന്ദി ഉണ്ടായിട്ട്. നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. ഇവിടെ ഒരു അടിപൊളി സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. പട്ടിക്കാടിലെ ടാക്സി ഡ്രൈവേഴ്സിന് അതല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവർക്ക് ഒരു പുതിയ സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. അതായത് സ്വന്തമായിട്ടൊരു ഓഫീസ് അംഗീകാരത്തോടുകൂടി. ഇവിടെ നമ്മുടെ മുന്നിൽ കാണാം കുറേ വണ്ടി ഇട്ടിട്ടുണ്ട്. നാടിൻ്റെ സ്പന്ദനം, അതായത് ടാക്സി ഡ്രൈവേഴ്സിനെയൊക്കെ നാടിൻ്റെ സ്പന്ദനം എന്നാണ് പറയുക. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് പട്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ, TK രാഘവൻ ബസ് സ്റ്റാൻഡിൽ സ്വന്തമായിട്ട് അവർക്ക് ഒരു സ്ഥാനം ലഭിച്ചിരിക്കും. പട്ടിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലായിരുന്നു. അതായത് പ്രത്യേകിച്ചൊന്നും ഇതില്ലാതെ, അതായത് അവർക്ക് ഇരിക്കാനൊരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ലെവലിലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അവിടെ കണ്ട അടിപൊളി ടൈലിട്ടൊരു റൂം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ചോദിച്ചറിയാം ഇവരുടെ സന്തോഷം എങ്ങനെയാണ്. കാരണം എവിടെയും ഇല്ലാത്ത ഒരു സംഭവം തന്നെ എന്ന് പറയാം. എല്ലാവരും സർക്കാരുമായും അല്ലെങ്കിൽ ജനപ്രതിനിധികളുമായിട്ട് തല്ലുകൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് പല ഭാഗങ്ങളിലും, അതായത് ടാക്സി ഡ്രൈവേഴ്സ് അനുഭവിക്കുന്നത്. അപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ പട്ടിക്കാടിലെ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. നമുക്ക് ചോദിച്ചറിയാം ഇവരുടെ സന്തോഷം എന്താണെന്ന്. ഈ ഒരു മാറ്റം എന്തായാലും നല്ലതിനാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് നല്ലതിന് തന്നെയാണ്. കാരണം ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് അവിടെ ടാക്സി സ്റ്റാൻഡാണെന്ന് പറഞ്ഞെങ്കിലും വണ്ടി ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പോലീസുകാരനും പിടിച്ചുകൊണ്ടിരുന്ന വണ്ടികളും അവിടേക്ക് വരുന്ന വണ്ടികളും. അപ്പോൾ ഒന്നുകിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയത് ഞങ്ങൾക്കും പഞ്ചായത്തിനും നല്ലത്. പോലീസ് സ്റ്റേഷൻ്റെ വാഹനങ്ങൾ കംപ്ലീറ്റ് അവിടെ നിന്ന് മാറ്റിച്ചു. അത് ഈ പ്രസിഡന്റ് ഒറ്റ ആൾ മുൻപ് കൈയെടുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് വലിയൊരു ഇതുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വന്നെങ്കിലും ടൗണിലായാണ്, അത് സെൻറ്ററാണ്. ഞങ്ങൾ 10-25 വർഷമായിട്ട് അവിടെ ഇരിക്കുന്നതാണ്. വിഷമമൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾ മറിപ്പെടാൻ ഒരാളും ഇല്ല, പല വെയിലാണ്, ഭയങ്കര പ്രശ്നമൊക്കെയാണ്. എങ്കിലും ഇതുപോലെ ഇത്രയും സൗകര്യം ചെയ്ത് തന്നുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ടാക്സി മേഖലയൊക്കെ വലിയൊരു പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഇങ്ങനൊരു മാറ്റം വന്നു. അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ടാക്സി വാഹനങ്ങൾ ഉപയോഗിക്കണം, അതിനെക്കുറിച്ചൊരു 2 വാക്ക്. ടാക്സി വാഹനങ്ങൾ വളരെയധികം മോശം തന്നെ ഓരോ കൊല്ലം കഴിയുന്നവരും. അതിന് ഉദാഹരണം ഈ വാടകയ്ക്ക് കൊടുക്കുന്ന പ്രൈവറ്റ് വണ്ടികൾ ഒരുപാട് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടികളുണ്ട്. അത് ടാക്സീനെ വളരെയധികം ബാധിക്കുന്ന കേസ് തന്നെയാണ്. എന്നാലും ഇനിയിപ്പോൾ പ്രായക്കാരൊക്കെ ഈ വാഹനങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ച് വേറെ പണിക്ക് പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണോ? അപ്പോൾ ചിലർ ചോദിക്കും നിങ്ങളെന്തിനാ പിന്നെ ഇതിൽ നിൽക്കണമെന്നൊക്കെ ചോദിക്കും. ഈ ടാക്സി സാധനം ടാക്സ് അടച്ചിട്ടാണ് ഇവിടെ വന്ന് ഓടാൻ കിടക്കുന്നത്. പക്ഷെ പ്രൈവറ്റ് വാഹനങ്ങളാണ് കൂടുതലും മുതലെടുപ്പ് നടത്തുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്തായാലും സ്റ്റാൻഡ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നമസ്കാരം ചേട്ടാ, ദീർഘകാലമായി ഈ മേഖലയിലുള്ളൊരു വ്യക്തിയാണ്. ഈ ഒരു മാറ്റത്തെയും അതുപോലെ ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ ഇവിടെ നിങ്ങൾക്ക്? ഇനി ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു മാറ്റം വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ദീർഘകാലങ്ങളായിട്ട് പഞ്ചായത്തായിട്ടും അവിടുത്തെ പോലീസുകാരായിട്ടും എന്നുണ്ടാവുന്ന വാക്കുതർക്കങ്ങളും പിന്നെ അവിടെ വരുന്ന വാഹനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് അവരെടുത്ത് തർക്കങ്ങളും ഒക്കെ ഇതിന് മുന്നിലുണ്ടായിരുന്നു. അതിലൊക്കെ ഒരു മാറ്റം വന്നു. ഈ പഞ്ചായത്ത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇടാൻ ഇനി അവിടെ ഷെഡ് ഒരെണ്ണം മേഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാഹനങ്ങൾ ഇടാനും. അതും കൂടി ചെയ്തു തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൂടി നിറവേറ്റിയാൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്.
ഇവരൊക്കെയാണ് കേട്ടോ തേര് തെളിക്കുന്നവർ പാണഞ്ചേരി പഞ്ചായത്തിൽ ടാക്സി. നമസ്കാരം ചേട്ടാ. എന്താണ് ഇങ്ങനെ എത്ര കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു? ഞങ്ങളൊരു 10-20 വർഷത്തിൽ മേലെയായിട്ട് ഞങ്ങളിവിടെ ഡ്രൈവേഴ്സായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അന്ന് തന്നതൊക്കെ വലിയൊരു ചതുപ്പ് നിലമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ഡ്രൈവേഴ്സും സഹകരിച്ചുകൊണ്ടാണ് അവിടെ നിരത്തി ഇതാക്കി എടുത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു ഷർട്ടൊക്കെ വെച്ച് തന്ന എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറയാത്തത് വരി തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെയും സൗകര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ ഇതന്നെ അഭിപ്രായമാണ്. ഷെഡ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെഡ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർവ്വമായി ഇടാനും എല്ലാ കാര്യങ്ങൾക്കും നല്ല സൗകര്യം കൂടിയിട്ടുള്ളൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമസ്കാരം. പറഞ്ഞൂടാ. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലീസ് സൈലന്റ് അല്ലോ, ഒരു സെക്കൻഡ് ഒന്ന് സംസാരിക്കും. ഹലോ എനിക്ക് പറയാനുള്ള ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ കള്ള ടാക്സികൾ വ്യാപകമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ അന്യായ ടാക്സും ഇൻഷുറൻസും ടെസ്റ്റും നടത്തി ഒരു കൊല്ലം ഞങ്ങൾക്ക് ഒരു വാഹനം നിരത്തിൽ ഓടണമെങ്കിൽ 1,75,000 രൂപ ഏറ്റവും കുറഞ്ഞ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഉപജീവനത്തിനും ഞങ്ങളുടെ അന്നത്തിനും വേണ്ടി ഞങ്ങൾ ഓടി പാഞ്ഞുമ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇവർക്ക് വണ്ടികൾ കള്ള ടാക്സിക്കാർക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ കൊടുക്കുകയാണ് കമ്പനിക്കാർ. ആ വണ്ടി കൊണ്ടുപോയി പല ആക്സിഡൻറ്റുകളും അപകടങ്ങളും നടന്ന് ആൾ ഡെത്തായ 10 രൂപ പോലും അവർക്ക് ഇൻഷുറൻസ് ക്ലെയിമോ മറ്റുള്ളതൊന്നും കിട്ടുന്നില്ല. ഈ ആളുകൾ ഈ ചെറിയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഞങ്ങളെ ഉപേക്ഷിച്ച് അവരെ വിളിച്ചു കൊണ്ടുപോയി അപകടങ്ങൾ സംഭവിക്കുന്നു. അവർക്ക് അതിൻ്റേതായ ഭവിഷ്യത്തുകൾ ഇപ്പോഴും മനസ്സിലാവുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇതുപോലെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഓട്ടങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ വന്ന് വെറുതെ വൈകുന്നേരം തിരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ്. ആ ഒരു കാര്യം പ്രത്യേകം ഇതിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതിനെക്കുറിച്ച് തീർച്ചയായും നമുക്കിപ്പോൾ വാർഡ് മെമ്പറാണ്. അതുപോലെ തന്നെ ടാക്സി മേഖലയിൽ സ്കൂൾ വണ്ടിയാണ് അല്ലേ ഇപ്പോൾ ഓടിക്കുന്നത്? എല്ലാ വണ്ടിയും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൊച്ചൻ ചേട്ടന് എന്താണ് ഇങ്ങനത്തെ ഒരു വേളയിൽ പറയാനുള്ളത്? അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടോ പഞ്ചായത്തിനോട് പറയാൻ? വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ ഈ ടാക്സി സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചതിൽ. നമുക്ക് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ മെമ്പറും ഭാരവാഹിയൊക്കെ ഇരുന്ന ആളാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ചില ഭരണസമിതിയിലെ അംഗങ്ങൾക്കുണ്ടായ നീരസം കൊണ്ടാണ് ഇത് നീണ്ടുപോയതും കേസും കൂട്ടമായി ഹൈക്കോടതി വരെ എത്തേണ്ട സാഹചര്യം ഉണ്ടായത്. ഇതൊരു സമവായ ഫോർമുലയിൽ കൂടെ പോകുകയായിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ സ്റ്റാൻഡ് ഇവിടെ വരികയും നല്ല രീതിയിൽ ഇത് പ്രവർത്തനം നടത്താൻ സാധിക്കുമായിരുന്നു. കാരണം മുൻകാലങ്ങളിൽ രാഘവേട്ടൻ ഇതുപോലെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ടാക്സി സ്റ്റാൻഡ് മാറ്റി സ്ഥാപിച്ചപ്പോൾ അവിടെ ഒരു ഫലകം സ്ഥാപിക്കുകയും ആ ഫലകം നിലനിൽക്കുകയും ചെയ്തപ്പോൾ തന്നെ അത് ടാക്സി സ്റ്റാൻഡ് അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഭരണസമിതിയിൽ തിക്കും തിരക്കുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഒട്ടനവധി വർഷം പഞ്ചായത്ത് സ്ഥാപിച്ചതിൽ. കാരണം വികസനം ഒരു നാടിൻ്റെ അത്യാവശ്യ ഘടകമാണ്. പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല സ്ഥലമാണ് പട്ടിക്കാടുള്ള സ്ഥലം. അവിടെ നല്ല വികസനം വരണം. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റാൻഡിലേക്ക് നല്ല രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതി മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ നേരത്തെ വരേണ്ട ഒരു കാര്യമായിരുന്നു. അതിന് തടസ്സം നിന്ന് മുൻ ഭരണസമിതിയിലെ ചിലരുടെ ധാർഷ്ട്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് കേസിന് പോകേണ്ടതും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നീണ്ടുപോയത്. പക്ഷേ ഈ ഭരണസമിതി നല്ല രീതിയിൽ ഒരു ചർച്ച ചെയ്ത് അതിന് വേണ്ട പരിഹാരം കണ്ടെത്തി എല്ലാവരുമായിട്ട്, അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പ്രശ്നം പരിഹരിച്ച് ജനങ്ങളെ കൂടെ നിർത്താൻ സാധിച്ചു. ഇതൊരു നല്ല അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ ഒരു ഫലകം വെച്ചിട്ടുണ്ട്. നാളെ ഇനി വന്നിട്ട് ഇതിവിടെ സ്റ്റാൻഡല്ല വേറെ വികസനം ഇവിടെ വേണമെന്നും പറഞ്ഞ് മാറ്റി സ്ഥാപിക്കുന്ന രീതിയിലേക്ക് വരാതെ നല്ല രീതിയിൽ ഇത് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഇവർക്ക് കാറ് വേനൽക്കാലത്തും വർഷക്കാലത്തും കാറ് ഇടുന്നതിന് വേണ്ടി ഷെൽട്ടർ പണിത് കൊടുക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പണിത് കൊടുക്കണം. നല്ല രീതിയിൽ ഈ ജില്ലയിലെ ഏറ്റവും നല്ലൊരു ടാക്സി സ്റ്റാൻഡായിട്ട് ഇതിനെ പരിഗണിച്ച് നല്ല രീതിയിൽ പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ചേച്ചിക്ക് അറിയാവുന്ന കാര്യമാണ്. ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ ഒരു ഡ്രൈവർ തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ ആശാന്ന് വിളിക്കുന്ന ഒരു പഴയൊരു ഡ്രൈവർ. ഞാനൊക്കെ ആദ്യം കണ്ടിട്ടുള്ള ഡ്രൈവറാണ്. ആളും കൂടിയുള്ള ഒരു ഇതാണ്. അപ്പോൾ ആള് നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് 3 വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടു. ഇപ്പം നമുക്ക് ഈ ടാക്സി സ്റ്റാൻഡ് പുതിയത് ഇവിടെ മാറ്റാൻ ഇത് വന്നപ്പോഴും ഞങ്ങൾ സമ്മതിച്ച് ഞങ്ങൾ മാറ്റിയതും ചേച്ചിയുടെയും പ്രസിഡന്റ് മാഷയുടെയും ഒക്കെ നല്ലൊരു പ്രവർത്തനം തന്നെയായിരുന്നു. ഇതുവരെ ചെയ്തത് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇതിവിടെ 2 മാറ്റ് വരെ മേടിച്ചിടാൻ ഉള്ള അനുമതി വരെ തന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് റൂഫ് മേഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കുറച്ച് ടാക്സി ചാർജുകൾ ഇടാനായിട്ട് അതൊന്ന് ചെയ്തു തരണം. അപ്പോൾ അത് ചേച്ചി പറഞ്ഞു, സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്ത ഇതിൽ ടെൻഡർ വയ്ക്കുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്തു തരും എന്നിങ്ങനെ ഞങ്ങളുടെ വിശ്വാസം. ഇതുവരെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇതായിരുന്നു ഞങ്ങളുടെ ഈ മാറ്റം. സന്തോഷം. അതെ, നമ്മൾ ഈ ടാക്സി സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു ആലോചന ആദ്യം നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഡ്രൈവറും കൂടിയായിട്ടുള്ള ഞങ്ങളുടെ പഞ്ചായത്ത് അംഗം KP ചാക്കോച്ചൻ വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്കറിയാലോ, എത്രയൊക്കെ രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞാലും നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ജയിച്ചു വന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വിചാരിക്കുക, കോൺഗ്രസിൻ്റെ KP ചാക്കോച്ചൻ പഞ്ചായത്ത് ഭരിക്കുന്ന LDFന് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് സംസാരിക്കുമോ? ഇതങ്ങനല്ല, രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ചാക്കോച്ചൻ നോക്കിയത് അവിടുത്തെ ഡ്രൈവർമാരെ സുരക്ഷിതമായിട്ട് അവരെ അവിടുന്ന് മാറ്റുകയാണെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാവുന്ന ഒരു സൗകര്യം ഏർപ്പെടുത്തണം. വണ്ടി ഇടാനായിട്ടുള്ള ഒരു ഇതൊക്കെ വേണം. അതുകൊണ്ട് സാവിത്രിയേച്ചി അവിടുത്തെ ഡ്രൈവർ, എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഞാൻ സത്യം പറയാമല്ലോ, നിങ്ങളിത് മാറാൻ തയ്യാറാകുമോ, വില്ലിങ് ആകുമോ? കേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാശങ്കയുണ്ടായിരുന്നു, നിങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളൊരു മനസ്സിൽ എനിക്കുണ്ട്. ചാക്കോച്ചനാണ് എന്നോട് പറഞ്ഞത്, ചേച്ചി അങ്ങനെയല്ല, അവർ മാറാൻ തയ്യാറാകും, അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുത്താൽ അവർ മാറും എന്ന് പറഞ്ഞത്. കാരണം എനിക്ക് ആശങ്കയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഡ്രൈവർമാർ ആ മരത്തിൻ്റെ ചോട്ടിൽ നല്ല സുഖമായിട്ടിരിക്കുക, ഞങ്ങൾ എത്ര വർഷമായിട്ട് അവിടെ ഇരിക്കുന്നത്, ഞങ്ങളെന്നാ പറയുക ഇരിക്കുന്ന, ഞങ്ങളെയൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം ഞാനും പുള്ളിയും തമ്മിൽ വഴക്കുണ്ടാക്കി ഇതിൻ്റെ പേരിൽ. അപ്പോൾ എന്തായാലും ചാക്കോച്ചൻ തന്ന ആ ഒരു ധൈര്യം വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആരും അതിൽ നോ എന്നൊന്നും പറഞ്ഞില്ല, നിങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് അത് മാറാം എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കത് ചെയ്യാന്നുള്ളതാണ്. പ്രത്യേകിച്ച് പോലീസുകാരോട് എനിക്കന്ന് ദേഷ്യം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഭയങ്കര ഗുസ്തി പിടിച്ച് നിൽക്കുക. പഞ്ചായത്ത് കത്ത് കൊടുത്തു, നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ മറ്റേ ആക്രി വണ്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്നു വെച്ചാൽ, നിങ്ങൾ ഈ സ്ഥലം കൂടി ഞങ്ങൾക്ക് തന്നാണ് ഞങ്ങൾക്ക് മറുപടി തന്നത്. അപ്പോൾ ഇത്രയും പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ 1.5 ഏക്കർ സ്ഥലം അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവരുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കാനും 3 ക്രെയിൻ കൊണ്ടുവന്നിട്ടാണ് ആ വാഹനങ്ങൾ മാറ്റിയത്. ഇനി ബാക്കി വാഹനങ്ങളും കൂടി നമ്മൾ അവിടെ നിന്ന് മാറ്റും. അതിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ, വികസന പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ, നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളോടൊപ്പം നിന്നാലേ നടക്കൂ. അല്ലാതെ ഭരണസമിതിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ പൊതുജനത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ആദ്യം വന്ന് നോക്കിയപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇത്രയും പോരാ, കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞ് മാഷടക്കം വന്ന് ചാക്കോച്ചനടക്കം വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോഴാണ് വളരെ താഴെയാണ് ഇത് നിൽക്കുന്നത്, മേൽക്കൂര നിൽക്കുന്നത്, ചൂടടിക്കും, അപ്പോൾ സീലിംഗ് വേണമെന്ന് പറഞ്ഞു. സീലിംഗ് ചെയ്യാം, അത് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ പറയുമായിരുന്നു സീലിംഗ് ഒക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞു. വാഹനങ്ങൾ ഇടാനായിട്ട് അവിടെ ഒരു സൗകര്യം വേണമെന്ന് പറഞ്ഞു, അത് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇതൊന്നും ടെൻഡർ ചെയ്തിട്ടുള്ളതല്ല. മജീദ് സ്വന്തം റിസ്കിലെടുത്തിട്ടാണ് മജീദ് ഈ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ മജീദിന് ഇനിയും കാശ് അടുത്ത ടെൻഡർ ചെയ്തിട്ട് വേണം കാശ് കിട്ടാൻ. ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ, ടെൻഡർ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അവിടെ ഷീറ്റിട്ട് വാഹനങ്ങൾക്ക് നിൽക്കാൻ. ബാത്റൂം സൗകര്യം അവിടെ ഉണ്ട്, ഒരു താക്കോല് നിങ്ങൾക്ക് തരാം, ബാത്റൂം ഉപയോഗിക്കുക, വൃത്തിയായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കാലം ഇവിടേക്കുള്ള മാറ്റ് നിങ്ങൾ വാങ്ങിച്ചോളൂ, അതിൻ്റെ ബില്ലും കൂടെ തന്നാൽ ആ ബില്ലിൻ്റെ പൈസ തരും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ്, ഒരാളെയും തള്ളിക്കളയാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടാണ്. ഇപ്പം നമ്മളെ നോക്കൂ, INTUC യൂണിയൻ അവരുടെ അവിടുത്തെ അത് പൊളിച്ചു, CITU പൊളിച്ചു, ബോണിയം ക്ലബ്ബ് പൊളിച്ചു, അവരെയൊക്കെ സുരക്ഷിതമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ റൂമുകൾ 3 എണ്ണമാണ് അവർക്ക് കൊടുത്തത്, യൂണിയൻകാർക്ക്. ബോണിയം ക്ലബിന് മുകളിൽ കൊടുത്തു, ആ ബാബു കൊള്ളന്നൂരിൻ്റെ തൊട്ട് മുകളിലുള്ള ബിൽഡിങ് കൊടുത്തു. ഇനി ഇത് യൂണിയൻകാർക്ക് വേണ്ടിയിട്ട് വേറൊരു 4 ലക്ഷം രൂപ വെച്ചിട്ട് അവിടെ ഇതേപോലെ വിശാലമായിട്ട് ഒരു റൂം തയ്യാറാക്കും. എല്ലാ യൂണിയനും സംയുക്തമായിട്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ പ്രോജക്റ്റായിട്ടുണ്ട്. അപ്പോൾ അവരെ ആ 3 റൂമിൽ നിന്ന്, ഇപ്പോൾ പഞ്ചായത്ത് കൊടുത്ത 3 റൂമിൽ നിന്ന് മാറ്റിയിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാവുന്ന ഒരു റൂമും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു മഹാത്മാ സ്ക്വയർ രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ യൂണിയൻ ഓഫീസ് ഇരിക്കുന്ന ഭാഗത്ത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് തന്നെ വെച്ചുകൊണ്ട് മഹാത്മാ സ്ക്വയർ രൂപീകരിക്കുകയാണ്. അവിടെ ഒരു ചെറിയ പാർട്ടി പരിപാടികളൊക്കെ 100 പേർക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു പരിപാടി. അവിടെ PR ഫ്രാൻസിസ്, നമ്മുടെ മുൻ MLA ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവും കൂടിയായിട്ടുള്ള PR ഫ്രാൻസിസിൻ്റെ ഒരു സ്തൂപമുണ്ട്. അതും കൂടെ നമ്മളെടുത്ത് സുരക്ഷിതമായിട്ട് തന്നെ ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അവിടെയും വികസന പ്രവർത്തനം എത്തിക്കും. ഇതിനൊക്കെ നിങ്ങളുടെ സഹായം ഉണ്ടാകണം. ഇതുവരെ നിങ്ങൾ തന്ന അകമഴിഞ്ഞ സഹകരണത്തിന് പഞ്ചായത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി എല്ലാ ഡ്രൈവേഴ്സിനും നന്ദി പറയുകയാണ്. നമ്മുടെയൊക്കെ
പ്രിയപ്പെട്ട രാഘവേട്ടൻ വാങ്ങിച്ചതാണ്. അതിൽ നിന്നാണ് പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ കുറച്ച് സ്ഥലം സൗജന്യമായിട്ട് നൽകിയത്. പക്ഷേ ബാക്കി സ്ഥലവും അവർ തന്നെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ കുറച്ച് പേര് അവിടെ ടാക്സി കാറുകളൊക്കെ ഇടുന്നുണ്ടെങ്കിലും പോലീസ് പിടിക്കുന്ന എല്ലാ വാഹനവും അവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് സ്ഥലമില്ലാത്തൊരവസ്ഥയും പലപ്പോഴും അവിടെ ആയിട്ടുണ്ടായിരുന്നു. നല്ല പ്രാഥമിക സൗകര്യങ്ങളും അവിടെ ഇല്ല. കൗതുകമായിരുന്നൊരു കാര്യം, നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു വലിയ കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ. നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടേക്ക് മാറിയാൽ അവിടെ വേറെ പ്രയോജനപ്പെടുത്താം. അതിന് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അവർ പിടിച്ചിട്ടുള്ള വാഹനങ്ങളൊന്ന് മാറ്റിത്തരണമെന്ന്. മാറ്റിയിടാനുള്ള സൗകര്യമുണ്ട് വേണമെന്ന് വിചാരിച്ചാൽ. പക്ഷേ വളരെ കൗതുകകരമായിട്ടുള്ളൊരു മറുപടിയാണ് അവിടുത്തെ SHO തന്നത്. അദ്ദേഹം മാറിപ്പോയി. ഈ സ്ഥലം കൂടി പോലീസ് സ്റ്റേഷന് വേണ്ടി ഏറ്റെടുക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്താൻ കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ സ്ഥലം മൊത്തം പോലീസ് സ്റ്റേഷൻ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോഴാണ് പിന്നെ നമ്മൾ ആലോചിച്ച് ഇനി മര്യാദ ശരിയാവില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചതാണ്. JCB കൊണ്ടുവന്ന് നോക്കി പറ്റുന്നില്ല, ക്രെയിൻ കൊണ്ടുവന്ന് നോക്കി പറ്റുന്നില്ല. പിന്നെ ഏറ്റവും കൂടിയ പവർഫുള്ളായിട്ടുള്ള ക്രെയിൻ കൊണ്ടുവന്ന് ഒരു അനുവാദം കൂടാതെയാണ് നമ്മളതൊക്കെ മാറ്റി പടിഞ്ഞാറേ വസ്തിക്ക് ഒതുക്കിയിട്ടുള്ളത്. കുറച്ച് വാഹനങ്ങൾ അത്യാവശ്യം ഓടാവുന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുണ്ട്, അതും മാറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസിന്. നമ്മൾ പോലീസിനെ വെല്ലുവിളിക്കല്ല. പഞ്ചായത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് പഞ്ചായത്തിലൊരു ഇൻഫർമേഷൻ പോലും തരാതെ, ഒരു അറിവ് പോലും തരാതെയാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. നമ്മളതിൽ ഇടപെട്ടിരുന്നില്ല. നമുക്കൊരു ആവശ്യം വന്നപ്പോൾ അത് സ്വന്തമാക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഇനി അത് ഇരിക്കുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭരണസമിതിയെ നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾ കുറ്റപ്പെടുത്തും. അങ്ങനെ നിങ്ങളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു അല്പം. പക്ഷേ അവർ വേറെ ഒന്നിനും വന്നില്ല, എതിർപ്പൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് ആ സ്ഥലം ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളവിടെ ഒരു പൊതു സ്ഥലമാക്കി മാറ്റാൻ പോവുകയാണ്. മറ്റൊന്നുകൂടിയുണ്ട്. നമ്മുടെ ഇവിടുത്തെ INTUC യൂണിയൻ, CITU യൂണിയനൊക്കെ ഓഫീസ് വെച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. BMS യൂണിയൻ ചാണകത്ത് ആണ്. ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട MLAയും സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് രാജനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആ യൂണിയൻ ഓഫീസ് ഇരുന്ന സ്ഥലവും പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടെ എങ്ങനെയാണോ ടാക്സി ഉടമകളും ഡ്രൈവേഴ്സും ഒക്കെ ഇവിടേക്ക് മാറാൻ സന്നദ്ധമായത്, അതേപോലെ തന്നെ വളരെ സഹകരണ മനോഭാവത്തോടെയാണ് യൂണിയനുകളും ട്രേഡ് യൂണിയനുകളും അവരവരുടെ ഓഫീസ് പൊളിച്ച് മാറ്റി നമ്മൾ അവിടെയും ഒരു ചെറിയ പൊതു ഇടമാക്കി. പാണഞ്ചേരി പഞ്ചായത്തിന് നല്ല മനോഹരമായിട്ടുള്ള ഇടങ്ങളുണ്ടാകണം, സജ്ജീകരിക്കും. പഞ്ചായത്തിൽ നടപ്പാക്കുന്ന മറ്റു വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല, അതിന് പറ്റിയ വേദിയുമല്ല ഇത്. പക്ഷേ ഈ രണ്ട് സ്ഥലവും അതിന് നിങ്ങളുടെ സഹകരണം വളരെ പ്രധാനമായിരുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരൊക്കെ ഭരണസമിതിയിലുണ്ട്, ടാക്സി ഡ്രൈവേഴ്സിലൊക്കെ ഉണ്ട്. വലിയ സഹകരണ മനോഭാവം, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രയും സഹകരണമാണ് നേതൃത്വവും ടാക്സി ഡ്രൈവർമാരൊക്കെ നൽകിയത് പഞ്ചായത്തിന്. അതിന് നിങ്ങളോടൊക്കെ പഞ്ചായത്ത് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം നമ്മളിവിടെ ഒരു വെയിറ്റിംഗ് ഇരിക്കാനൊരു സൗകര്യം ഉണ്ടാക്കിയെങ്കിലും നിങ്ങളുടെ ഡ്രൈവേഴ്സിൻ്റെ 1-2 പേര് വന്നപ്പോൾ ആ സൗകര്യം പോരാ, കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് മുന്നിലേക്ക് എടുത്ത് മജീദിനെ കൊണ്ട് കുറച്ചും കൂടി മനോഹരമാക്കിയിട്ടുള്ളത്. ശരിക്കും അത് മനോഹരം തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിൻ്റെ അകത്തെ മാർബിളും മുകളിലത്തെ സീലിങ്ങും അതിൻ്റെ ചുറ്റും വായു സഞ്ചാരത്തിനുള്ള സംവിധാനമൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡ് ഒരു അവിടത്തേക്കാൾ കൂടുതൽ ആളുകൾ വന്നു പോകുന്നൊരിടമാക്കി മാറ്റാനുള്ള തീരുമാനം നമുക്കുണ്ട്. സാവിത്രി പറഞ്ഞതുപോലെ സ്ഥാപനങ്ങൾ നിരവധി ഇവിടെ തന്നെയാണ് വരാൻ പോകുന്നത്. ബസ്സുകൾ ഇവിടെ തന്നെ നിർത്തി ആളെ കയറ്റി ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും. ഞാൻ അധികം പരത്തി പറയുന്നില്ല. ഈ പഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡിലേക്ക്
അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നതിന് നല്ല മനോഭാവം പ്രകടിപ്പിച്ച പഞ്ചായത്തിലെ ടാക്സി ഡ്രൈവർമാരിൽ ഓരോരുത്തരോടും പഞ്ചായത്തിനുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പുതിയ പഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് രാജനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ എളിയ ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ മുതിരാത്തത് നിങ്ങൾക്കറിയാവുന്നതുപോലെ പേരറിയാത്തത് കൊണ്ടല്ല. നല്ല വെയിൽ, ബാലകൃഷ്ണേട്ടൻ ഉൾപ്പെടെ മുമ്പിലിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഇനി നീട്ടിയൊരു പ്രസംഗം നടത്താനുള്ള തോന്നലുണ്ടാവില്ല. ഇതൊരു വലിയ സത്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴും ഇതിലേക്ക് എത്തുക എന്നുള്ളതൊരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലേക്ക് എത്തുക എന്നുള്ള പ്രയാസകരമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറയാനുള്ള കാരണം, നമ്മളൊരു ഒരു ഒരു കേന്ദ്രം നന്നായിട്ടുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഏത് യൂണിയനുകളാണെങ്കിലും നമ്മുടെ തൊഴിലാളികളാണെങ്കിലും അവിടെ ഇരുന്ന് അതിൻ്റെ ഒരു സൗകര്യത്തിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചെറിയ പ്രയാസം ഉണ്ടാകും. അപ്പം അത് കണ്ടുകൊണ്ട് നേരത്തെ പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ കഴിഞ്ഞ ഭരണസമിതി നടക്കുമ്പോൾ നമുക്കൊരു തിയേറ്റർ കിട്ടി. അപ്പോൾ അതിനൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടു. പക്ഷേ അപ്പോൾ അവരെ ഈ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയാസമുള്ളത് കൊണ്ട് അതിനൊരു സൗകര്യമില്ലാതെ അങ്ങനെ ഒരു ആലോചനയിലേക്ക് കിടക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ സ്റ്റാൻഡ് ഒന്ന് വികസിപ്പിച്ചെടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പഞ്ചായത്ത് കടന്നപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ലൊരു ആലോചന നടത്താം എന്ന ഒരാഗ്രഹവും ഒരു ആലോചനയും ഉണ്ടായത്. ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകട്ടെ. അവിടെ ഒരു പൊതുകേന്ദ്രം INTUC-യുടെയും CITU-ൻ്റെയും ഒക്കെ ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു പൊതു ഇടത്തിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞ് നേരത്തെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴത്തെ ഹാപ്പിനെസ് പാർക്കും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതെല്ലാം കൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം. നമ്മുടെ ഈ സ്റ്റേഡിയം വരുന്നതോടുകൂടി ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണല്ലോ വരുന്നത്. സാധാരണ നിലയിൽ നമ്മുടെ ജില്ലയിൽ തന്നെ 7 സ്റ്റാൻഡ് മാറും. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം കൂടി നമുക്കിതിനുണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അപ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിലെ പട്ടിക്കാട്ടിലെ കൊമ്പന്മാരെ ഓടിക്കുന്ന, അതായത് ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവർ പറഞ്ഞ പോലെ ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റാണ്. ഈ ടാക്സി വാഹനം വിളിച്ച് മക്കളെ വിടുക, ടൂർ പോകുന്നവർ, പ്രൈവറ്റ് വാഹനം വിളിച്ച് പോകുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു അറിയിപ്പ് കൂടിയാണ്. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പൈസ കിട്ടില്ല. അതും മാത്രമല്ല, നിങ്ങൾക്ക് വലിയൊരു കേസ് വരും. അതിൻ്റെ നിയമവശങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബ് നോക്കിയോ നിയമപാലകരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക. മക്കളെ ടൂറ് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക ഏത് വാഹനത്തിലാണ് പോകുന്നത്. അതൊക്കെ ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇവിടെ ഒരുപാട് പേര് ജീവിതത്തിന് വേണ്ടി മല്ലടിക്കുന്നുണ്ട്. അതായത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയൊക്കെ വളയം പിടിച്ച് കൃത്യമായി ഇൻഷുറൻസ് അടച്ച് ടാക്സ് അടച്ച് സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എന്താ പറയുക എല്ലാവിധ നിയമങ്ങളും പാലിച്ച് വർഷം 10,000 രൂപ വണ്ടി ടെസ്റ്റിന് കൊടുത്ത് അതൊക്കെ നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും പോയി എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് തുക കിട്ടുന്നതിന് ഉപകരിക്കും. അറിവില്ലാത്തവർ ഇത് അറിവായിട്ട് എടുക്കുക. കാരണം മക്കൾ ടൂർ പോകുമ്പോൾ 1,000-2,000 ചോദിച്ച് കൊടുത്ത് വിടുക എന്നുള്ളതല്ല, പോകുന്ന വാഹനം ഏതാണെന്ന് നിങ്ങൾ ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂട്ടുകൂടി പോകുമ്പോൾ ഈ കള്ള ടാക്സി എടുത്ത് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ ഊട്ടിയിൽ പോയിട്ട് അപകടത്തിലൊക്കെ പെട്ടിട്ട് ആകെ പൊല്ലാപ്പായി തന്നെ പറയാം. അതിൻ്റെ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട് ഇങ്ങനൊരു ഇത്. അപ്പോൾ ഇവരെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവരുടെ നമ്പറുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇവർ തന്നെ ഇടും. ആവശ്യമുള്ളവരൊക്കെ പട്ടിക്കാട് ടാക്സിക്കാരെ വിളിച്ച് ഓട്ടം പോവുക. അപ്പോൾ എന്തായാലും ടാക്സി ആവശ്യമുള്ളവർ നേരെ വന്ന് ടാക്സി സ്റ്റാൻഡിൽ അന്വേഷിക്കുക. ഇപ്പോൾ ഒക്കെ മൊബൈലിൻ്റെ യുഗമാണ്. എന്നിരുന്നാൽ കൂടി ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് പട്ടിക്കാട് സ്റ്റാൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ അനാഥാവില്ല, ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാനൊക്കെ കയറിയിരിക്കാം. ഇവരൊക്കെ ഉണ്ടാവും, സപ്പോർട്ടൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റു വാർത്തകളോടെ കണ്ടുമുട്ടാം.